രോഗികളായ കുഞ്ഞുങ്ങളെയും കൊണ്ട് അത്ഭുത രോഗശാന്തിക്കാരന്മാരുടെ പൈശാചിക കേന്ദ്രങ്ങളിൽ പോകുന്നവർ ഇത് കേൾക്കുക. രോഗികളായ മക്കളെയും വേണ്ടപ്പെട്ടവരെയും ഒക്കെ കൊണ്ട് അത്ഭുത രോഗശാന്തി തട്ടിപ്പുകാരായ പൈശാചികദാസന്മാരുടെ പൈശാചിക കേന്ദ്രങ്ങളിൽ പോകുന്നവർ ദയവായി ഈ പിതാവിന്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം കേൾക്കുക. ദൈവമെങ്കിൽ ദൈവം, സാത്താനെങ്കിൽ സാത്താൻ, എങ്ങനെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കണം എന്ന ചിന്തയിലായിരിക്കാം ഒരുപക്ഷെ നാം ഇത്തരക്കാരുടെ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നത്. ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുന്ന, വിഷം മേടിക്കാൻ പോലും പ്രാപ്തിയില്ലാത്ത, തൻ്റെ മുന്നിൽ തൊഴു നിൽക്കുന്നവരുടെ അടുത്ത് തൻ്റെ ഉടായ്പ പരിപാടികൾ കൊണ്ടൊന്നും നടക്കില്ല എന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിലും ഈ പൈശാചികദാസന്മാർ അനാവശ്യ ഉറപ്പ് നൽകുന്നു, പ്രതീക്ഷ നൽകുന്നു. അവരിൽ നിന്ന് പോലും പണം പിടുങ്ങുന്ന ഇവന്മാരെ എങ്ങനെ നമുക്ക് ദൈവദാസന്മാർ എന്ന് വിളിക്കാൻ പറ്റും എന്ന് നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കുക. ക്യാൻസർ രോഗിയായ തൻ്റെ 15 വയസ്സ് മാത്രം പ്രായമുള്ള മകളെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അത്ഭുത രോഗശാന്തിക്കാരന്മാരുടെ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയ, ഒടുവിൽ മകൾ നഷ്ടപ്പെട്ട ചെങ്ങന്നൂർ സ്വദേശിയായ ബിജു എന്ന പിതാവിന്റെ വാക്കുകൾ കേൾക്കുക. ചെങ്ങന്നൂർ എന്റെ പേര് ബിജു എന്നാണ്. ഞാനിപ്പോ ഒരു വിശ്വാസമില്ല എനിക്ക്. ഞാനിപ്പം കുഞ്ഞിന്റെ കാലത്തെ പോകും, പ്രാർത്ഥിക്കും, വീട്ടിൽ വരും. അല്ല ഒരു പള്ളിയില്ല, അച്ഛനും ഇല്ല, ഒരു ബന്ധമില്ല. എന്താ സംഭവിച്ചത്? എന്താ വിശ്വാസം പോകാൻ കാരണം? എന്താ വിശ്വാസം പോകാൻ കാര്യം, എന്റെ കുഞ്ഞിന് ക്യാൻസർ ആയിരുന്നു. ഇപ്പൊ 2 വർഷമായി മരിച്ചത്. 2 വർഷം മുമ്പ് ഡിസംബർ 10-ാം തീയതി മരിച്ചത്. 2 വർഷത്തോളം ചികിത്സിച്ചവള്. ഇപ്പൊ 40 ലക്ഷം രൂപ അവർക്ക് ചെലവായി. ഞാൻ പാവപ്പെട്ടവനാണ്. നാട്ടുകാർ തന്നും മറ്റേ പാർട്ടിക്കാരായാലും പിന്നെ ബന്ധുക്കളൊക്കെ തന്നാണ് 40 ലക്ഷം രൂപ ചെലവാക്കിയത്. മകനായിരുന്നോ മകളായിരുന്നോ? എന്ത് ക്യാൻസർ ആയിരുന്നു? അവർക്ക് കുടലെ ക്യാൻസർ ആയിരുന്നു. വൻകുടല് മകളായിരുന്നു. എത്ര വയസ്സുണ്ടായിരുന്നു കുഞ്ഞിന്? മരിക്കുമ്പോ 17 വയസ്സ് തുടങ്ങുന്നു. എത്രാം വയസ്സിലാണ് ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത്? ഇത് 2 വർഷം മുമ്പ്. മരിക്കുന്നതിന് ഡിസംബർ 10-ാം തീയതി മരിച്ചു. അതിന് 2 വർഷം മുമ്പ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഞാൻ വിളിക്കാൻ കാര്യം, ഈ പാഷന്മാരും അച്ഛന്മാരൊക്കെ ഞാൻ ഈ തിരുവനന്തപുരം തൊട്ട് അങ്ങ് ഏകദേശം അങ്ങ് കാസർഗോഡ് വരെയുള്ള എല്ലാ മിക്ക പള്ളിയും അമ്പലം ചികിത്സപരമായിട്ട് എല്ലാം പോകുമ്പോൾ ഇവിടെ എല്ലാം പോകുമായിരുന്നു. ഈ സജിത്ത് പാഷ ആയാലും ഇവരെല്ലാം ഈ പറഞ്ഞ് കളിപ്പിച്ച് നമ്മുടെ പൈസ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നത്, അവർ ചോദിച്ച് വാങ്ങിക്കുന്നതല്ല. ഇവരങ്ങനെ തട്ടിച്ച് നമുക്കിതിലൊക്കെ സഹിക്കാൻ പറ്റാത്ത ഈ വയ്യാത്ത കുഞ്ഞിനെ കൊണ്ട് ഞാൻ പോകുന്ന ബുദ്ധിമുട്ടൊന്ന് ഓർത്ത് നോക്കണം. കാറിൽ അവർക്ക് ഇരിക്കാൻ പറ്റത്തില്ല, കിടക്കാൻ പറ്റത്തില്ല. ഏതാണ് എന്നിട്ട് ഇതിന്റെ കൂടെ ഇവർ പ്രതീക്ഷ കൊടുക്കുക. ഡോക്ടർമാർ പറഞ്ഞ് രക്ഷക്കില്ല, കിട്ടത്തില്ല. ഇത് വളരെ ലേറ്റ് ആയിട്ടാണോ ഐഡന്റിഫൈ ചെയ്തത്? അല്ലല്ല, അവർക്ക് ചെറിയ വേദന പോലെ വന്നു വയറ്റില്. പിറ്റേ ദിവസം തന്നെ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞ് മെഡിക്കൽ കോളേജ് വണ്ടാനത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു. വണ്ടാനത്ത് കൊണ്ടുപോയി അവര് ഇപ്പോഴും അത് അറിയുന്നില്ല. അവർ ഒന്നുകൂടെ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ ഒരു മുഴ ഏതാണ്ട് ട്യൂമർ ഉണ്ടായിരുന്നു. അത് തുറന്നു കഴിഞ്ഞപ്പം ഡോക്ടർ എന്നെ വിളിച്ചു പറഞ്ഞു, ആ പാട സ്പ്രെഡായി, നമുക്ക് വലിയ പാടാന്ന് പറഞ്ഞു. അവിടുന്ന് ഞങ്ങൾ പിന്നെ നേരെ RCC കൊണ്ടുപോയി തിരുവനന്തപുരം. അവിടെ ചെന്നിട്ട് അവിടുത്തെ ചികിത്സയും ഒന്നും കുഞ്ഞിന് വയ്യ. കാര്യം നമുക്ക് ആഹാരം ഇറങ്ങും, ദഹിക്കുന്നില്ല, ആഹാരം ഇറങ്ങുന്നില്ല. അവിടുന്ന് പിന്നെ ഒരു നിവർത്തിയില്ലാതെ നമ്മൾ പിന്നെ എറണാകുളമില്ലേ, ലക്ഷോറെ കൊണ്ടുപോയി ഗംഗാൻ ഡോക്ടറെ അവിടെ. അപ്പൊ അതിന് മുമ്പ് 2 ഓപ്പറേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ പോയി ഒരു ഓപ്പറേഷൻ ചെയ്ത് ഈ ബാഗ് പുറത്തിട്ട് മറ്റേ ഈ മത്സരം പോകാനായിട്ടുള്ളത് കൊളോസ്റ്റമി. അത് തന്നെ, അത് പുറത്തിട്ട് അങ്ങനെയാണ് പിന്നെ ഒരു 1.5 വർഷം കൂടെ ജീവിച്ചത്. അന്നേരം ഇവരെല്ലാം ചെയ്യുന്ന ദ്രോഹം എന്ന് പറഞ്ഞാല് ഈ കുഞ്ഞിന് പ്രതീക്ഷ കൊടുക്കുക. ഞാൻ ഇപ്പം മാറ്റിത്തരാം, ഇത് അസുഖമല്ല, ഇത് പിശാചാണ്, ചെകുത്താനാണ്. ഏതൊക്കെ പാസ്റ്റർമാരുടെ അടുത്ത് പോയി? സജിത്ത് ഭാഷ, പിന്നെ സുഭാഷ് ഭാഷ, പിന്നെ നമ്മുടെ ഡിവൈൻ കേന്ദ്രം, പിന്നെ പേരറിയാത്ത ഒത്തിരി നമ്മുടെ പോർട്ടലൊക്കെ പോകാതെ. മറ്റേ സജിത്ത് പൂലോകള്ള ഞാൻ അത് ഞങ്ങൾക്ക് അന്നേ മനസ്സിലായി. ഇതിലൊക്കെ വരുന്നവരെ എന്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാല് ഈ വയ്യാത്ത കുഞ്ഞിനെ കൊണ്ട് പോകുന്ന പാട് സാർ നോക്കണം. ഈ വയ്യാത്ത കുഞ്ഞിനെ വലിച്ചു കെട്ടി ഈ കാട്ടുകള്ളന്മാരുടെ പുറകെ കൊണ്ടുപോയി ആ കുഞ്ഞിനെ ബുദ്ധിമുട്ട് നിങ്ങളെയല്ലേ ആദ്യമേ മടലെടുത്തടിക്കേണ്ടത്? നമുക്കൊരു പ്രതീക്ഷ എവിടെ കിട്ടുമെന്നുള്ളത് സാർ മനസ്സിലാക്കണം. എവിടെങ്കിലും ഒരു പ്രതീക്ഷ. എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഇനിയാണെങ്കിലും നിങ്ങളെ ശ്രമിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടുന്നത്, 1 രോഗദുരിതം, 2 ഈ കള്ളന്മാരുടെ അടുത്ത്, ഒന്ന് നിങ്ങൾക്കറിയാം ഈ ചികിത്സയുടെ ചെലവറിയാം, അതിന്റെ കൂടെ കൊണ്ട് ഈ പ്രതീക്ഷ തരുന്ന ഈ കള്ളന്മാരുടെ അടുത്ത് കൊണ്ടുപോയി നിങ്ങൾ ഇല്ലാത്ത പൈസ വീണ്ടും ഇമാരുടെ കൊടുക്കുന്നു. ഈ യാത്രാ ചെലവ്, ആ കുഞ്ഞ് ഈ സ്ഥലത്ത് പോയി ഇമാരുടെ പൈശാചിക കേന്ദ്രത്തിൽ പോയി കിടന്ന് ബുദ്ധിമുട്ടുന്നത്, ആ കുഞ്ഞിന് ആവശ്യമില്ലാത്ത പ്രതീക്ഷ കൊടുക്കുന്നത്. അത് തന്നെ. അതെ, ഈ കള്ള നാറുകള് നമുക്ക് വല്ലവരും ഭിക്ഷ തരുന്ന കാശ്, ഈ കാശ് തെണ്ടാൻ വരുന്ന നാറുകളെ വരും. ഇവര് കൊള്ളക്കാരല്ല, കൊള്ളക്കാരെക്കാളും ഭയങ്കര മോശമായവര്. അത് കാരണം ഞാനും എന്റെ ഭാര്യ അതിൽ പിന്നെ ഞങ്ങൾ ബൈബിൾ മോട്ടിക്കാൻ വരുന്നവരാണെങ്കിൽ എടാ എനിക്കൊരു ദുരിതമാണ്, ഞാനൊരു ക്യാൻസർ രോഗിയാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവന്റെ മനസ്സലിഞ്ഞിട്ട് ചിലപ്പോൾ അവന്റെ പോക്കറ്റുള്ളത് നമുക്ക് ഇട്ടിട്ട് പോകും. ഇവന്മാരുടെ മനസാക്ഷി നോർത്തുക. അതായത് ഈ മുന്നിൽ വന്ന് നിൽക്കുന്നത് ഈ ക്യാൻസർ കൊണ്ട് ഏത് നിമിഷവും മരിക്കാവുന്ന ഒരു 4th-5th സ്റ്റേജിലുള്ള രോഗികളാണ്. അല്ലെ കടഭാരം കയറി മുടിഞ്ഞ് വിഷം മേടിക്കാൻ പോലും കഴിവില്ലാത്ത ആളുകളാണ് തന്റെ മുന്നിൽ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവന്റെ പോക്കറ്റിലുള്ള പൈസ പിടിച്ചു പറിക്കുന്ന ഈ പന്നന്മാർ
ഇവന്മാര് സാത്താന്മാരാണോ ദൈവത്തിന്റെ ദാസന്മാരാണോ? നിങ്ങൾ പറ. സാത്താന്മാർക്ക് ശകലം മനസാക്ഷിയെങ്കിലും കാണും. ഇവർക്ക് അറിവില്ലാത്ത അതിലും വലിയ ആൾക്കാർ വരും. നമ്മളിപ്പോ അതുകൊണ്ട് ഒരു വിശ്വാസവും ഇല്ല. ഞങ്ങൾ അത് പിന്നെ ബൈബിൾ കൈകൊണ്ട് വിട്ടിട്ടില്ല. പിന്നെ നമുക്കൊരു വിശ്വാസം ഇല്ലെന്നല്ല നമ്മൾ നിന്ദിക്കാനും പോകുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഇത് ബൈബിളിന്റെ കുഴപ്പമല്ല, ബൈബിളിലെ വചനങ്ങളുടെയും കുഴപ്പമല്ല. നമ്മൾ ഈ പറയുന്ന ഈ വചന കൊള്ളക്കാരന്മാര്, ഈ വചനം വിറ്റ് തിന്നുന്നവന്മാരാണ് നിങ്ങളെ പറ്റിച്ചേക്കുന്നത്. കർത്താവിന്റെ ജീവനുള്ള വചനങ്ങളെ നമ്മൾ തെറ്റിദ്ധരിക്കുവോ തള്ളിപ്പറയുവോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനെ ഈ വചനത്തിന്റെ മറവില് ഈ കച്ചവടം നടത്തുന്ന ഈ കള്ളന്മാരാണ് നമ്മളെ ദൈവത്തിൽ നിന്നും ഇതിൽ നിന്നും തന്നെ അകറ്റിക്കളയുന്നത്. അത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. സാറേ, ഒരു തെറ്റും ചെയ്യാത്ത എന്റെ കുഞ്ഞിനെ ശരിക്കും വേദന അനുഭവിച്ചാൽ മരിച്ചത്. ഈ കള്ളന്മാർ പന പോലെ വളരെ ഞാൻ പിന്നെ എന്തിനാ ദൈവത്തെ വിളിക്കുന്നത്? സാറ് പറഞ്ഞു, ഒരു തെറ്റും ചെയ്യാത്ത എന്റെ കുഞ്ഞ് എന്ത് വേദന അനുഭവിച്ചാൽ മരിച്ചത്? ഈ കള്ള കാപാലികളെല്ലാം തിന്ന് മരിച്ച് നടക്കില്ലേ? വലിയ വില കൂടിയ കാറയിലും അവത്തേലും എല്ലാം. അതുകൊണ്ടാണ് ഞാനിപ്പം പിന്നെ ഒന്നും വിശ്വാസമില്ല, ഒന്നുമില്ല. ഇതൊക്കെ നിങ്ങളുടെ ചാനൽ നശിക്കാതിരിക്കണം, അതിനുവേണ്ടി ഞാൻ വിളിച്ചത്. നിങ്ങൾക്ക് ഒരു പ്രോത്സാഹനം തരാൻ വേണ്ടി ഞാൻ വിളിച്ചത്. എന്ത് വില കൊടുത്താലും ഈ ചാനൽ ഇതുപോലെ 100 പേരെ പിന്നെ അറിയിക്കണം. ഇത് ബെസ്റ്റ്. നിങ്ങൾ പറയുന്നത് 100% സത്യമാണുള്ളത്. എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചല്ലോ. പിന്നെ പ്രത്യേകിച്ച് ഇപ്പം നിങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് പഠിച്ച കാര്യമില്ല. ഇത് ഒരച്ഛനല്ല, 2 അച്ഛനല്ല, ഒരു ഭാഷയല്ല, 2 ഭാഷയല്ല. കേരളത്തിൽ ഏകദേശം തിരുവനന്തപുരം ആസിയത്തില്ലേ ഞാൻ പറഞ്ഞത്, ആസിയത്തിൽ ആലപ്പുഴ തൊട്ടങ്ങ് ലക്ഷ്യം എറണാകുളം പിന്നെ ചാലക്കുടി ഇവിടെയുള്ള പോകുന്ന വഴിക്കുള്ള എല്ലാ കേന്ദ്രങ്ങളും IMS പിന്നെ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ മറ്റേ കൃപാസനം, ഇതൊക്കെ പൂലകാലത്തിൽ വന്നത്. കൃപാസനൊക്കെ വേറെ തട്ടിപ്പോയത്. കൃപാസനത്തിൽ പോയിരുന്നോ? പിന്നെ അതെല്ലാം പോകാത്തവർ ചുരുക്കമല്ലേ, ഇതെല്ലാം തട്ടിപ്പും പറ്റിപ്പോ ഒരു മനുഷ്യനെ ഒരു അസുഖം മാറ്റാൻ പറ്റത്തില്ല. ഒരു ഡോക്ടർക്ക്, ഒരു സ്വാമിമാർക്ക്, അച്ഛന്മാർക്ക് തന്നെ എല്ലാവർക്കും പറ്റത്തില്ല. ഇതൊന്നും പല ഭാഷയൊന്നും ഒന്നും പറ്റത്തില്ല. ഇതെല്ലാം കള്ളത്തിൽ വന്ന് ഞാൻ അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കുക. നമ്മുടെ ഭഗത് ഫാസിലിന്റെ ഒരു സിനിമയില്ലേ, ആ സിനിമ ആണ് എന്റെ ജീവിതം. എന്റെ ശരിക്കും ആ സമയത്ത് തോക്കുണ്ടായിരുന്നെങ്കിൽ സാഹിത്യത്തിൽ ഞാൻ വീഡിയോ പോകുന്നത്. ഞാൻ എന്റെ ജീവിതമാണ് ആ സിനിമ എന്ന് പറഞ്ഞാല്. ആ സിനിമ എഴുതിയേർക്കുന്നതും എല്ലാം കറക്റ്റ് കാര്യങ്ങളാണ് ഇതെല്ലാം. ബിജുവിന് എത്ര മക്കളുണ്ടായിരുന്നു? 2 പേര്. അവനുണ്ട്. അവനിപ്പോ എറണാകുളത്ത് ചെറിയ ജോലി. അവനപ്പം പിന്നെ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് കുഞ്ഞവന്റെ ആശുപത്രി പോയിക്കൊണ്ടിരുന്നു കാറയില്. അപ്പൊ അവൻ ഡ്രൈവിംഗ് അറിയാണ്ട് അവനെ കൊണ്ടുവന്നു തന്നു. ഡ്രൈവർ അറിയാണ്ട് പോകണമെങ്കിൽ അവരുടെ നമ്മൾ എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പോയി കഴിഞ്ഞാൽ ടീമൊക്കെ കഴിയുമ്പോൾ അപ്പൊ അവന് 2-3 പരീക്ഷയൊക്കെ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടായി. അത് എഴുതിയെടുക്കാൻ. മോള് 10ാം ക്ലാസ് കഴിയുമ്പോഴാണ് ഇത് തുടങ്ങുന്നത്. ഒരു കുഴപ്പമില്ലായിരുന്നു, ഒരു സിംറ്റം ഇല്ലായിരുന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. ഒരു 10-60 തൂക്കമുണ്ട്, കാണാനും യോഗ്യ സുന്ദരിയായിരുന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു നമുക്ക്. പക്ഷെ എന്താ ചെയ്യാൻ, നമുക്ക് അതങ്ങനെ സംഭവിച്ചു പോയി. ഈ ബിജുവിന്റെ ഈ അനുഭവം കേൾക്കുന്ന പലരുടെയും കണ്ണു തുറപ്പിക്കും. ഇപ്പൊ എത്ര വർഷമായി കുഞ്ഞു മരിച്ചിട്ട്? 2 വർഷം മുമ്പ് ഡിസംബർ 10-ാം തീയതി. എത്രയോ കുഞ്ഞുങ്ങളും ആൾക്കാരും ഇമ്മയുടെ ഇതിന് സഹിക്കാൻ കിടക്കുന്നു. ഇതിന് ഒരു അറുതി വരുത്താതെ പറ്റത്തില്ല. ഇതിന് നിങ്ങളുടെ ചാനൽ പോലെ 100 ചാനൽ ഉണ്ടാകണമെന്നാണ് എന്റെ ആഗ്രഹം. 100 പേരെ അറിയിച്ചാൽ 10 പേർക്കെങ്കിലും തലക്കകത്ത് വെളിവ് വീഴുമല്ലോ. അതാണ് ഞാൻ വിഷമിക്കട്ടെ. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഏതായാലും ഒരു മോനുണ്ട്. അത് പോയതിന് നമുക്ക് പകരം വെക്കാനൊന്നുമില്ല. അതെല്ലാം യാഥാർത്ഥ്യമാണ്. പക്ഷെ ദൈവത്തിലുള്ള വിശ്വാസവും പ്രതീക്ഷയും നഷ്ടപ്പെടാതെ മുന്നോട്ട് പോവുക. ഇതെല്ലാം ദൈവത്തെ വിട്ടു നിന്ന് ഈ കള്ളന്മാരുടെ ഭാഗത്തുനിന്ന് ദുരനുഭവങ്ങൾ ഉണ്ടായാൽ പോലും ആ ഒരു വിശ്വാസത്തിലും പ്രതീക്ഷയിലും മുന്നോട്ട് പോവുക. ഞാൻ വിളിച്ചതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലുള്ള കുഞ്ഞുങ്ങളെ ഇതുപോലെ കൊണ്ടുപോകുന്ന ഇനിയും തന്തയും തള്ളമാര് അവരുടെ ബുദ്ധിമുട്ടും സാഹചര്യം മറന്നാ കൊണ്ടുപോകുന്നത്. കുഞ്ഞുങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ട് കൊണ്ടുപോയി അസുഖം പിടിച്ച കുഞ്ഞുങ്ങളെ വേദന കൊണ്ടുപോകുന്നത്. റോട്ടെ ദിവസത്തിൽ പോയിട്ട് അഭിലാഷങ്ങളെ 5 ദിവസത്തെ ധ്യാനം പറഞ്ഞു ഞങ്ങൾ ഇറങ്ങി പോകുന്നു. പിന്നെ 3-ാം ദിവസം എന്തോ വിടത്തില്ലായിരുന്നു. ഞങ്ങൾ പിന്നെ ചൈൽഡ് ഫോണിൽ വിളിക്കാനൊക്കെ ഉദ്ദേശിക്കുക ഇത്. കുഞ്ഞിനെ വിട്ടു തരത്തില്ല. എന്തായിരുന്നു അവിടുത്തെ പ്രശ്നം? ഞങ്ങളെയും പോകാൻ അവർക്ക് താല്പര്യമില്ല. അവർക്ക് ഞങ്ങൾ പിന്നെ കട്ടായം പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വിട്ടു. ഇല്ല, അവർക്ക് അറിയാം എന്തായാലും നമ്മൾ കൊണ്ടുപോകുന്ന അറിയാം, തിരിച്ചിറങ്ങുന്ന അറിയാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. കാരണം ഇവന്മാരുടെ ചലന്തിയുടെ വലയപ്പെടുന്ന പോലെ നമ്മള് മനസ്സിലാക്കണം. ആ അവസ്ഥയാണ് ഇവന്മാരുണ്ടാക്കുന്നത്. വല കെട്ടിയതിനകത്ത് നമ്മൾ ചെന്ന് വീണ് കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റത്തില്ല. അതാ എന്ത് ചെയ്യാൻ ഇങ്ങനെ കുഞ്ഞുങ്ങളോടും ഈ പരിപാടി കാണിച്ചെന്ന് പറഞ്ഞാൽ, മൂക്കറ്റം മുങ്ങി നിൽക്കുന്നവനെ മുക്കിക്കൊല്ലുവാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവന്മാർ അതാ കാണിക്കുന്നത്. നമുക്ക് തരുന്ന വിഷയമായിട്ട് തരുന്ന മറ്റുള്ളവർ തരുന്ന കാശ് വരെ ഇവരെ അടിച്ചു മാറ്റാനായിട്ടുള്ള അതെന്തൊരു കഷ്ടം പിടിച്ച കാര്യമാണെന്ന് നോക്കണേ. പൈസ പോട്ടെ, പൈസയുടെ പിന്നെ എന്തെങ്കിലും ചെയ്യാം. ഇവരുടെ ബുദ്ധിമുട്ടോ ഇവരുടെ ദുരിതമോ ഇവരെ കൊണ്ടുപോകുന്നതോ ഇരിക്കാനും കിടക്കാനും വയ്യാത്ത കുഞ്ഞിനെ കൊണ്ട് ഞാൻ പോകുന്നത് അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ട്. ആശുപത്രി വെച്ചോ വീട്ടിൽ വെച്ചോ? പുഷ്പവരെച്ച ലാസ്റ്റ് മരിക്കുന്നത്. ലാസ്റ്റ് പിന്നെ ചികിത്സ ഇല്ലാതെ പിന്നെ മരിക്കുന്ന സമയം 1 ആഴ്ച മുമ്പ് കൊണ്ടുപോകാം. കീമോ കിഡ്നി എല്ലാം അടിച്ചു പോയി മറ്റേ മരുന്ന് കഴിച്ച്. പിന്നെ ഡയാലിസിസ് ഒക്കെ ചെയ്ത് അങ്ങനെ അവിടെ കിടന്ന് മരിക്കുമായിരുന്നു. നമുക്ക് നിങ്ങളെ സമാധാനിപ്പിക്കാനോ നിങ്ങളെ ഇതാക്കാനോ ഒന്നും വാക്കുകളില്ല. ഇതാണ് നമ്മുടെ ജീവിതം എന്ന് മാത്രം മനസ്സിലാക്കുക. അതെ, ഞാനും ജനിച്ചപ്പോ തൊട്ടൊരു ജ്ഞാനായ സഭയിലെ ഒരു ക്രിസ്ത്യാനിയായിട്ട് വളർന്നു. നമുക്ക് ജ്ഞാന യാക്കോബയായിരുന്നു. ഞാൻ കല്യാണം കഴിച്ചത് മറ്റേ കത്തോലിക്കുന്ന കല്യാണം കഴിച്ചത്. എന്നെ മാറ്റി. അപ്പൊ ഞങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ എന്നെ മാറ്റുമല്ലോ. ഞങ്ങളുടെ സഭയിൽ തന്നെ മാറ്റി. ഞാൻ ഇപ്പൊ കത്തോലിക്ക സഭയിലെ. ഇപ്പം സഭയെന്ന് പേരുകൾ ഞാൻ ഒന്നിനും പോകുന്നില്ല. ഞാൻ പിന്നെ ആഴ്ച 2 പ്രാവശ്യം കുഞ്ഞിന്റെ കല്ലറയിൽ പോകും. എന്തായാലും എത്തിക്കും തിരിച്ചു വരും. ഇല്ലാതെ പള്ളിയുമായിട്ടൊന്നും എനിക്കൊരു ബന്ധമില്ല.
എനിക്ക് വലിയ ആയിരിക്കില്ല. പിന്നെ ചാകുമ്പോൾ അവിടെ കൊണ്ട് കുഴിച്ചിട്ടുണ്ടായി അതിനെന്തെങ്കിലുമൊക്കെ ഒരു വേണ്ടായത്. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടുന്നത്, ആർക്കും എപ്പോൾ വേണമെങ്കിലും രോഗം വരാം, രോഗം മൂർച്ഛിക്കാം, മരണം സംഭവിക്കാം. അതൊരു പ്രപഞ്ച യാഥാർത്ഥ്യമാണ്. രോഗത്തെയോ മരണത്തെയോ അതിജീവിക്കുവാൻ, തടഞ്ഞു നിർത്തുവാൻ ആരാലും സാധ്യമല്ല എന്ന് മനസ്സിലാക്കുക. നാം ചെയ്യേണ്ടുന്നത്, രോഗമുണ്ടെന്ന് കണ്ടെത്തിയാൽ എത്രയും വേഗം വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയനാകുക, ശുഭാപ്തി വിശ്വാസത്തോടെ രോഗാവസ്ഥയെ നേരിടുക, സ്വയമേ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, തനിക്ക് രോഗസൗഖ്യം ഉണ്ടാകും എന്ന് ആത്മാർത്ഥമായി ഉറച്ചു വിശ്വസിക്കുക. അതോടൊപ്പം തന്നെ നല്ല മരണത്തിനായും മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക. പേടിച്ചിട്ടോ വെപ്രാളപ്പെട്ടിട്ടോ നിലവിളിച്ചിട്ടോ നേർച്ച നേർന്നിട്ടോ യാതൊരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കുക. സമയമാകുമ്പോൾ ആരായാലും പോയേ പറ്റൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.